വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലെന്ന് പോലീസ് റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം പോസ്റ്റ് വന്നതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകുന്നത്? സേഫ്, ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്, വടകര CI സുനിൽകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിർണായകമായ വിവരങ്ങളുള്ളത്. അതായത് ഇതാദ്യം തന്നെ പരാതി ഉണ്ടായിരുന്ന അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം വന്നതെന്നായിരുന്നു പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അഡ്മിൻ മനീഷ് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരം വെച്ചാൽ റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം വന്നതെന്നാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം. അതായത് ഏപ്രിൽ 25-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഗ്രൂപ്പിൽ ആദ്യം വരുന്നത്. അതിൻ്റെ അഡ്മിനായ മനീഷിനെ ചോദ്യം ചെയ്യപ്പോഴാണ് തനിക്ക് കിട്ടിയത് റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു ഇടത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയതെന്ന് പറയുന്നത്. 2:34 ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ അഡ്മിനായ അമൽ റാമിനെ തുടർന്ന് ചോദ്യം ചെയ്തു. അപ്പോഴാണ് പറയുന്നത് തനിക്ക് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് കിട്ടിയെന്ന് പറയുന്നു. അത് പരിശോധിക്കുമ്പോൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:13 ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:13 റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലാണ് ആദ്യം വന്നതെന്ന് മനസ്സിലാവുന്നു. അതിൻ്റെ അതിൻ്റെ അഡ്മിൻ റബീഷിനെ ചോദ്യം ചെയ്തപ്പോൾ എവിടെ നിന്നാണ് തനിക്കത് കിട്ടിയെന്ന് റബീഷ് അറിയില്ല എന്ന ഒരു മറുപടിയാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണം വെച്ചിട്ട് റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ പോസ്റ്റ്, കാഫിർ വിവാദമായ പോസ്റ്റ് ആദ്യം വരുന്നത്. തുടർന്നാണ് മറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഡ്മിൻ്റെ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നും അതുവഴി ആരാണിത് നിർമ്മിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരം ലഭിക്കുമെന്നാണ് ഹൈക്കോടതി പോലീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും വിവാദമായി ഈ ഒരു പോസ്റ്റിൻ്റെ അതിന് തുടക്കം എന്ന് പറയുന്നത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നാണെന്നുള്ള വിവരമാണ് പോലീസ് ഹൈക്കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.